മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറെ സഖ്യപ്രഖ്യാപനം അല്പസമയത്തിനകം. പ്രഖ്യാപനത്തിന് മുന്നോടിയായി നേതാക്കൾ ബാൽ താക്കറെയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, വീണ്ടും ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിക്കുകയാണ്. നേരത്തെ അവർ ഭിന്നിച്ച് MNS രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ അവർ ഒരു സഖ്യത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ കോർപ്പറേഷനിൽ ഈ സഖ്യം കരുത്തുകാട്ടും എന്നാണോ അവരുടെ പ്രതീക്ഷ? ദിലീപ് കുമാർ, നിർണായകമായ ഒരു ദിനമാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം. ഇന്നേ ദിവസം രണ്ട് താക്കറെമാരും 2 പതിറ്റാണ്ട് നീണ്ട തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റി നിർത്തി ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സംയുക്തമായി വാർത്താ സമ്മേളനം ഇപ്പോൾ ഇരു നേതാക്കളും നടത്തുകയാണ്. ഒരു സഖ്യമായി മുന്നോട്ട് പോകുന്നത് ഔദ്യോഗികമായി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ ഉദ്ധവ് താക്കറെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ ബാൽ താക്കറയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ്, ഒരേ വാഹനത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയാണ് വാർത്താ സമ്മേളനത്തിന് ഇരു നേതാക്കളും എത്തിയത്. നമുക്കറിയാം, 2005-ലാണ് ശിവസേനയിൽ നിന്ന് വിട്ടുമാറി MNS എന്നൊരു പുതിയ പാർട്ടി രാജ് താക്കറെ തുടങ്ങുന്നത്. ഉദ്ധവിനെ കൂടുതൽ അധികാരം നൽകി വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിൽ പിണങ്ങിയാണ് പിന്നീട് രാജ് താക്കറെ പാർട്ടി വിടുന്നത്. അങ്ങനെ വലിയ ഒരു പിണക്കം പിന്നീട് 2 പതിറ്റാണ്ട് കാലം നീണ്ടു നിന്നാണ്. അതിനൊടുവിൽ ഇപ്പോൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇരു പാർട്ടികളും ഒന്നിക്കുന്നു. നമുക്കറിയാം, മുംബൈ കോർപ്പറേഷൻ നിലനിർത്തേണ്ടത് ഉദ്ധവിനെയും രാജ് താക്കറെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. വലിയ വിജയം അതിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ഒരു വലിയ തിരിച്ചടി നേരിടാനുള്ള പ്രാപ്തി ഇരു പാർട്ടികൾക്കുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരുവരും ഒന്നിക്കുന്നത്. വിജയ്, മഹാരാഷ്ട്രയിൽ താക്കറെ കുടുംബത്തിലെ 2 പ്രമുഖർ വീണ്ടും കൈകോർക്കുകയാണ്. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും വീണ്ടും കൈകോർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്ന വാർത്തകളിൽ ഒന്ന്. നേരത്തെ രാജ് താക്കറെ MNS എന്ന പാർട്ടി രൂപീകരിച്ച് ബാൽ താക്കറെയുടെ അനന്തരവനാണ് രാജ് താക്കറെ. രാജ് താക്കറെ ആ നിലയിൽ ശിവസേന നേതൃത്വത്തോട് അകലം പാലിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ സഖ്യമാവുകയാണ്. അതിനിടെ ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗമായി പിരിയുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.